ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ള JBL അർമാൻ്റെ ഹെഡ്ഫോണാണ്. ട്യൂൺ 520BT എന്ന് പറയുന്ന മോഡൽ നമ്പറിൽ വരുന്ന ബ്ലൂടൂത്ത് ഹെഡ്ഫോണാണ്. ബ്ലൂടൂത്ത് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള 5.3 ആണ് ഇതിലും വരുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് ചാർജിങ്ങിൽ 57 ഹവേഴ്സാണ് മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നതെന്ന് കമ്പനി പറയുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഇവിടെ കമ്പനി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബോക്സിൻ്റെ പിറകു വശത്ത് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. JBL അർമാൻ പ്യുവർ ബാസ് വയർലെസ് ട്യൂൺ 520BT എന്ന് പറയുന്ന മോഡൽ നമ്പർ വരുന്ന ബ്ലൂടൂത്ത് ഹെഡ്ഫോണാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ചാർജ് ചെയ്തുകൊണ്ടാൽ 3 ഹവേഴ്സാണ് ചാർജിങ് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഫുൾ ചാർജിങ്ങിന് 2 മണിക്കൂറും അതുമാത്രമല്ല 57 ഹവേഴ്സാണ് നമുക്ക് പ്ലേ ബാക്ക് കിട്ടുന്നത്. അപ്പോൾ സൂപ്പർ തന്നെ ആവും. എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സാധനം എങ്ങനെയുള്ളത് നമുക്ക് നോക്കിയേക്കാം. ബ്ലാക്ക് കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവുകയാണ്. ബോക്സിൻ്റെ ഓപ്പണിംഗ് വന്നിട്ട് ഈ ഒരു വശത്താണ് വരുന്നത്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് നോക്കി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളതെല്ലാം. ടൈറ്റ് പാക്കിങ് കേട്ടോ, ഈ വശത്താണെന്നാണ് തോന്നുന്നത്. നോക്കി നോക്കാം. ഓക്കെ, സാധനം ഓപ്പണായി വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു അടിപൊളി പാക്കിങ്ങിലാണ് ഇരിക്കുന്നത്. നമുക്ക് ബോക്സ് അവിടെ ഇരിക്കട്ടെ. ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. നല്ലൊരു ക്ലോത്തിൻ്റെ ഇതിലാണ് സാധനം പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ അതായത് JBL ബ്രാൻഡ് എന്നുള്ള ഒരു ഇതും കാണിക്കുന്നുണ്ട്, ഓറഞ്ച് കളർ. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇതെല്ലോ പാക്കിംഗ് ആണ്. പാക്കിങ് ഇതിൻ്റെ ഉള്ളിൽ വരാമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓറഞ്ച് കളറിലുള്ള കേബിളാണ്. ടൈപ്പ് C to USB ചാർജിങ് കേബിൾ കാണുന്നുണ്ട്. അത് നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നെ വാറണ്ടി കാർഡാണ്. നമുക്ക് എല്ലാ കമ്പനിക്കാരും കൊടുക്കുന്നത് പോലെ തന്നെ ആധികാരികമായിട്ട് ഹെഡ്ഫോൺ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നമുക്ക് ഇതുപോലത്തെ 1 ഇയർ വാറണ്ടി ഉള്ള സീൽ അടിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ 2 ബുക്കാണ് കാണുന്നത്. QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ആ ഒരു സംഭവം കാണുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതെല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഹെഡ്ഫോൺ എങ്ങനെയുള്ള നമുക്ക് നോക്കി നോക്കാം. നല്ലൊരു അടിപൊളി ക്ലോത്തിൻ്റെ ഇതിലാണ് വരുന്നത്. ബ്ലാക്ക് കളറാണ് കേട്ടോ. അയ്യോ, നല്ലൊരു സ്മൂത്ത് അടിപൊളി ലെഫ്റ്റ് റൈറ്റിൻ്റെ ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. നല്ലൊരു സ്മൂത്ത് ഉണ്ട്. പിന്നെ മാത്രമല്ല ഇങ്ങനെ നമുക്കിത് ടേൺ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇങ്ങോട്ടും മുകളിലേക്കും മടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അയ്യോ, അടിപൊളി. ഇത് വെച്ചിട്ടുള്ള ഒരു കംഫർട്ടബിൾ. പിന്നെ അതിൻ്റെ പാട്ട് ഞാൻ ഇതിൽ കൂടെ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും കോപ്പിറൈറ്റ് വരും. അപ്പോൾ നമുക്ക് ഇത് കേട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സൗണ്ട് എങ്ങനെ. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബോട്ടിൻ്റെതാണ്. അത് നെക്ക് ബാൻഡാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നോക്കി നോക്കുന്നത്. ഇതിൻ്റെ ആ 2ൻ്റെയും ഇതെങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അത് മാത്രമല്ല ഇവിടെ മൈക്ക് കാണുന്നുണ്ട്. ഇത് നമുക്ക് പവർ ഓണും ഓഫും ചെയ്യാനുള്ളൊരു ബട്ടൺ കാണുന്നുണ്ട്. വോളിയം കൺട്രോളിനുള്ളത് അതും ഇവിടെ കാണുന്നുണ്ട്. വേറൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഓക്കെ, അത്രയൊക്കെ തന്നെ. ഇത് വന്നിട്ട് ഇവിടെ ചാർജ് ചെയ്യാനുള്ള ടൈപ്പ് C ആ ഒരു പോർട്ടും കാണുന്നുണ്ട്. എന്തായാലും അടിപൊളി, നല്ലൊരു ബിൽ ക്വാളിറ്റി. JBLനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും നമുക്ക് ആ ഇട്ട് വെച്ചിട്ട് സോങ് വെച്ചിട്ട് അതിൻ്റെ ആദ്യം എങ്ങനെയുള്ളതെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ബാസ് എങ്ങനെയുള്ളതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സുഹൃത്തുക്കളെ, നമുക്കിതാ ഇതിൻ്റെ ഇവിടെ ഒരു ഹോള് കാണാം. ശരിക്കും അതല്ല കേട്ടോ ഇതിൻ്റെ ഇത് ചാർജ് ചെയ്യാനുള്ളത്. ടൈപ്പ് C കേബിൾ ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്, കണ്ടില്ലേ? ഇവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ട്. ഓക്കെ, ഇതിങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്. നല്ലൊരു റെഡ് കളറുള്ള കേബിളാണ്. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഭാഗവും
റെഡ് ഡിസൈനിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് ചെയ്യാനുള്ളത്. ടൈപ്പ് സി ചാർജിങ്ങിനുള്ളതാണ്. ഇത് വന്നിട്ട് വേറെ സുഹൃത്തുക്കൾ അങ്ങനെ ഫസ്റ്റ് ഇത് ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ്. 1 പ്രസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഓൺ ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓൺ ആവുന്നത് കാണുന്നില്ല. അപ്പോൾ ലോങ് പ്രസ് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, ലോങ് പ്രസ് ചെയ്തപ്പോൾ ഇതാ നമുക്ക് ഇവിടെ ഒരു ബ്ലൂ കളറിലുള്ള ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് മൊബൈലിൽ കണക്റ്റ് ചെയ്യണം സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മളത് കണക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് വേറൊരു ഇതിൻ്റെ നമുക്ക് ഇതിൽ QR കോഡ് സ്കാൻ ചെയ്യാണ് രണ്ടാമത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി രണ്ടാമത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് വർക്കിംഗ്. ഓക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഹെഡ്ഫോണിനുള്ളത് വേറെ കേട്ടോ. അപ്പോൾ ആദ്യം അത് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ രണ്ടാമത് ഇതിൻ്റെ ആപ്പ് ഞാൻ ഇട്ടിട്ട് ബാക്കി നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. സുഹൃത്തുക്കൾ അങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഓണാക്കാൻ വേണ്ടി പോകണം. ഓണാക്കിയിട്ട് നമുക്ക് സോഫ്റ്റ്വെയറുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതാണ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ പോകുന്നുണ്ട്. ഇതിൽ പോയതിന് ശേഷം ഇങ്ങനെയെല്ലാം ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ആപ്പ് സെറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിൽ പെർമിഷൻ കാര്യങ്ങൾ ചോദിക്കുന്നതെല്ലാം നമ്മളിത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ബ്ലൂടൂത്ത് ഓണാക്കാൻ പറയുന്നുണ്ട്. ബ്ലൂടൂത്ത് നമ്മളിത് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നതാണ്. അയവാ സംഭവം ഈസി. ഓക്കെ, കണക്റ്റഡ്. ഇത്രയുള്ളൂ പരിപാടി. പെട്ടെന്ന് കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം കണക്ട് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധനം കണക്റ്റ് ആയിട്ടുമുണ്ട്. നമ്മളിത് ബാക്ക് പോണ്. അതിന് ശേഷം ഇവിടെ ഓക്കെ സെയിം ആയിട്ടില്ലേ, ഇതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അടിപൊളി. പിന്നെ നമുക്കതിൻ്റെ ഇനി ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് കൊടുക്കണം. 70% ചാർജിങ് എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൽ പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് അപ്ഡേറ്റ് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടിയും അതിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അതെല്ലാം അതിൽ നമുക്ക് കിട്ടുന്നതാണ് സുഹൃത്തുക്കൾ. അങ്ങനെ നമ്മളെ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം ഡണ്ണ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മെസ്സേജ് എല്ലാം വരുന്നു കേട്ടോ സുഹൃത്തുക്കളെ. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയർ വഴി നമുക്കിതിൻ്റെ സൗണ്ട് ഇങ്ങനെ പല ടൈപ്പിലും ഇതാക്കി കൊടുക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ കണ്ടിട്ടില്ല. ബാസ് കൂട്ടാനും കുറയ്ക്കാനും അതിൻ്റെ എക്സ്ട്രാ ബാസ് അങ്ങനെയുള്ള ആ ഒരു ടൈപ്പിലെല്ലാം ഉള്ള ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ വരാന്നുണ്ടെങ്കിൽ ഇവിടെയും കുറച്ച് ലോ, മീഡിയം, ഹൈ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻസിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് കഴിയുന്നുണ്ട് അവിടെ സ്മാർട്ട് ഓഡിയോ ആൻഡ് വീഡിയോ എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അത് കഴിയുന്നുണ്ട് സൗണ്ട് ബാറ് ഇവിടെ വേറൊരു സംഭവം കാണുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ ലെഫ്റ്റ് റൈറ്റിനുള്ള ഇത് ഓണും ഓഫ് ആക്കി കൊടുക്കാനുള്ളതാണ്. അതിന് ശേഷം വീണ്ടും കുറച്ച് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഓട്ടോ പവർ ഓണും ഓഫ് അത് വേണം നമുക്കിങ്ങനെ ഓണാക്കി കൊടുക്കാം. എത്ര മിനിറ്റിനാണെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം അതിവിടെ കാണിക്കുന്നു. മാക്സിമം ഓഡിയോ ലൈറ്റ് അത് കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ലാംഗ്വേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓണാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് കേട്ട് നോക്കി നോക്കാം. ഇതിൻ്റെ ആ ഒരു എക്സ്ട്രാ ബാസും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓണാക്കി ഒന്നുകൂടി സോങ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടുള്ള നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സാധാ ഒരു ഇതിൽ കേട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയെല്ലാം ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ഇതിൽ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അപ്ഡേറ്റ് എല്ലാം വന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നുകൂടി പാട്ട് വെച്ച് നോക്കി നോക്കാം സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഇതിൽ പോയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഞാനാവും കേൾക്കുക. നിങ്ങൾക്ക് കേൾക്കുന്ന രീതിയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരും. അപ്പോൾ നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള ഒരു സോങ് നമുക്ക് വെച്ച് നോക്കാൻ വേണ്ടി പോകട്ടെ. ഞാൻ മൊബൈലിലോട്ടിരിക്കട്ടെ. ഒരു രക്ഷയില്ല,
പുറത്തത്തെ ഒരു സംഭവം നമുക്ക് അറിയുന്നില്ല കേട്ടോ. അത് മാത്രമല്ല നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത് സാധനം. സൗണ്ട് വളരെ കുറവാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത്ര സൗണ്ടുള്ളൂ, പക്ഷെ കുലുങ്ങണ് സാധനം. ഇതിൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ പോയിട്ട് നമ്മൾ ഓക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് അതിൻ്റെ അത് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ വന്നിട്ട് ഫുൾ ബാസിലാണ് കിടക്കണത് കേട്ടോ. ഈ ഒരു ഇതിൽ നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. നമുക്ക് അതനുസരിച്ചിട്ട് കേട്ടോ അങ്ങ് ഇവിടെ ഇങ്ങനെ അടിക്കുലുങ്ങാണ്. നമുക്കതിങ്ങനെ മാറ്റി കൊടുക്കാം. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇത് വന്നിട്ട് ട്രബിളൊന്നും കൂട്ടിയിട്ട് ബാസും ട്രബിളും കിട്ടും. പക്ഷെ ഞാൻ വെക്കാറ് ഇതാണ് കൂടുതൽ. ഇതിലേ ഞാൻ വെക്കാം. അതാകുമ്പോൾ രണ്ടും കൂടി ഉണ്ട്. ഒരു മീഡിയം ഒരു ഇതിലാണ്ട് പോവും. നല്ല ഗുമ്മ്, അടിപൊളി, ഒരു രസമില്ലാത്ത ഫീൽ തന്നെ കേട്ടാ. ഹിന്ദി സോങ്ങാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഇത് പറയുമ്പോൾ പിന്നെ ഇത് ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ ഇവിടെ ദുബായിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് സാധനം എനിക്ക് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയത്. പിന്നെ നമുക്ക് ചെവിക്ക് വേദന വരുന്നുള്ള ആ ഒരു ഇത് തോന്നില്ല കേട്ടോ. നമുക്ക് വെച്ചാൽ നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ ചിലവർക്ക് ഇത് വെച്ചിട്ട് ഇവിടെ ഒരു വേദന വരാറുണ്ട് ചെവിയുടെ ഇത്. ആ ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ്. പിന്നെ ഇത് മാത്രമല്ല ഈ ക്ലോത്ത് നല്ല ഇതും ഉണ്ട് കേട്ടോ. ക്വാളിറ്റിയുള്ള ടൈപ്പാണ്. അത്ര പെട്ടെന്നൊന്നും കേടുവരുന്ന ടൈപ്പല്ല. പിന്നെ നമുക്കിങ്ങനെ മടക്കി ഇതാക്കി വെക്കാം. കൊണ്ടുപോകാനും സുഖമാണ്. ട്രാവലിംഗ് അല്ല ബാഗിലെല്ലാം ഇട്ട് കൊണ്ടുപോകാനും സുഖം കേട്ടോ. അതും വെച്ച് നോക്കാൻ തന്നെ അടിപൊളിയാണ്. എന്തായാലും ഒരു രക്ഷമല്ല. പിന്നെ നല്ല കംഫർട്ടബിളാണ്. പിന്നെ അത് മാത്രമല്ല നമുക്കിത് ആവശ്യത്തിന് വെച്ചിട്ട് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. ദൈവമുണ്ട് രണ്ട് ഭാഗമുണ്ടല്ലേ, അങ്ങനെ വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. പക്ഷേ എനിക്ക് എൻ്റെ തല ചെറുതായത് കൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ഫിറ്റിൽ സാധനം അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടാ. നല്ലൊരു ഫിറ്റിൽ അവിടെ ഇരിക്കുന്നുണ്ട് സാധനം. നല്ല സൗണ്ടും ഉണ്ട്. സൗണ്ടിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ നോ രക്ഷ. നല്ല അടി, നല്ല വർക്കിംഗ്, സൂപ്പർ, ഒരു രക്ഷയല്ല. സുഹൃത്തുക്കളെ, അപ്പോൾ JBL ഹെഡ്ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്തിട്ടാ ആ ഒരു കാര്യത്തിൽ. പിന്നെ മാത്രമല്ല OnePlus അല്ല, ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് ഓൺ ആവുകയും ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് കണക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. JBLൻ്റെ ഒരു ഹെഡ്ഫോൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.